സ്വാഗതം. AI ഏജന്റുകളെക്കുറിച്ചുള്ള ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും ടെക്നിക്കൽ വാക്കുകൾക്കപ്പുറം നമ്മുടെ സ്വന്തം ഡിജിറ്റൽ ജോലിക്കാരെ എങ്ങനെ നിർമ്മിക്കാമെന്നും അവരെ എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കാമെന്നും വളരെ കൃത്യമായി നമുക്കിന്ന് നോക്കാം. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. JCF ആണ് ഈ എക്സ്പ്ലെയിനർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. AI എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന വെറുമൊരു സ്മാർട്ട് ചാറ്റ്ബോട്ട് മാത്രമാണെന്നുള്ള ആ ഒരു പഴയ ചിന്താഗതി മാറ്റാൻ ഈ വിഷയം നിങ്ങളെ തീർച്ചയായും സഹായിക്കും. നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ആദ്യം ചാറ്റ്ബോട്ടുകൾക്ക് അപ്പുറമുള്ള ലോകം, പിന്നെ ഒരു ഏജന്റിന്റെ ഘടന, മൾട്ടി ഏജന്റ് രീതി, N8 ഉപയോഗിച്ചുള്ള വിഷ്വൽ നിർമ്മാണം, ഒപ്പം ക്ലോഡ് വഴിയുള്ള അഡ്വാൻസ്ഡ് സിസ്റ്റംസ്. അപ്പോൾ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. ബേസിക് ചാറ്റ്ബോട്ടുകൾക്കപ്പുറം എന്താണുള്ളത്? AIയെ വെറുമൊരു ചാറ്റ് ഇന്റർഫേസായി മാത്രം കാണുന്നത് അതിന്റെ യഥാർത്ഥ കഴിവിനെ എത്രത്തോളം ലിമിറ്റ് ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കൃത്യമായി അറിയാം, ചാറ്റ് GPT ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രോംപ്റ്റുകൾ അഥവാ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലേ? അവിടെ നമ്മുടെ ഒരു 80% ബുദ്ധിയും സമയവും ആവശ്യമാണ്. എന്നാൽ AI ഏജന്റുകൾ അങ്ങനെയല്ല. മുൻകൂട്ടി ട്രെയിനിംഗ് ലഭിച്ച ഒരു യഥാർത്ഥ ജോലിക്കാരനെ പോലെ എന്തു ചെയ്യണം എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ അവർ സ്വയം ഉണർന്നു പ്രവർത്തിക്കും. രണ്ടാമത്തെ സെക്ഷൻ ഒരു ഏജന്റിന്റെ അനാട്ടമി അഥവാ ഘടന. ഇവർ എങ്ങനെയാണ് മനുഷ്യസഹായമില്ലാതെ ഇത്ര കൃത്യമായി തനിയെ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ ഇവരുടെ അടിസ്ഥാന ഘടന നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നന്നായി പ്രവർത്തിക്കുന്ന ഏതൊരു ഏജന്റിനും പ്രധാനമായും ഈ 4 കാര്യങ്ങൾ വേണം. ചിന്തിക്കാനൊരു തലച്ചോറ്, അതായത് ലാംഗ്വേജ് മോഡൽ. പിന്നെ കാര്യങ്ങൾ ഓർമ്മിക്കാൻ ഒരു മെമ്മറി, എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പറയുന്ന സിസ്റ്റം മെസ്സേജ്. പിന്നെ ആ ജോലി ചെയ്യാൻ ആവശ്യമായ ടൂളുകൾ. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഏജന്റ് പൂർണ്ണമാകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് സിസ്റ്റം മെസ്സേജ്. ഇത് സത്യത്തിൽ ആ ഏജന്റിന്റെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനാണ്. അവരുടെ റോൾ എന്താണ്, സ്വഭാവം എന്താണ്, പരിമിതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇതിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ വന്ന് അവരെ നമ്മൾ പുതുതായി ജോലി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം. ദ മൾട്ടി ഏജന്റ് ഫിലോസഫി. ഒരു ഏജന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. പക്ഷേ എല്ലാം അറിയാവുന്ന വലിയ ഒരു സൂപ്പർ ഏജന്റിനെ നമ്മൾ ഒരിക്കലും നിർമ്മിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ഈയൊരു മാറ്റം ശ്രദ്ധിച്ചോ? ബേസിക് ചാറ്റ് ടൂളുകളിൽ നിന്ന് നമ്മൾ മൾട്ടി ഏജന്റ് സിസ്റ്റങ്ങളിലേക്ക് മാറുമ്പോൾ മനുഷ്യന്റെ ഇടപെടൽ കുറയുകയും AIയുടെ സ്വാതന്ത്ര്യം അഥവാ ഓട്ടോണമി കൂടുകയും ചെയ്യുന്നു. ചാറ്റ് ഏജന്റുകൾക്ക് നമ്മുടെ 80% സഹായം വേണ്ടിവരുമ്പോൾ മൾട്ടി ഏജന്റ് സിസ്റ്റങ്ങൾ 80%വും സ്വയം പ്രവർത്തിക്കുന്നവയാണ്. ഇതിലൂടെ നമ്മുടെ സ്ട്രെസ് വളരെ കുറയുന്നു. ഇതിനൊരു പ്രധാന കാരണമുണ്ട്. ഒരു കമ്പനിയിൽ നമ്മൾ ഒരിക്കലും HR മാനേജറോട് പോയി സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറയില്ലല്ലോ. അതുപോലെ തന്നെയാണ് AI ഏജന്റുകളും. വലിയ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ ഒരൊറ്റ ഏജന്റിന് എല്ലാം ചെയ്യാൻ കൊടുക്കാതെ ഓരോ ഏജന്റിനും ഓരോ പ്രത്യേക ലക്ഷ്യവും റോളും നൽകുന്നതാണ് എപ്പോഴും സുരക്ഷിതം. ശരി, നാലാമത്തെ സെക്ഷൻ N8 ഉപയോഗിച്ചുള്ള വിഷ്വൽ ബിൽഡിംഗ്. തിയറി പറഞ്ഞത് മതി, ഇനി ഇതൊക്കെ എങ്ങനെ പ്രായോഗികമായി ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. N8 പ്ലാറ്റ്ഫോമിൽ ഒരു ലളിതമായ ഏജന്റിനെ നമുക്ക് നിർമ്മിക്കാം. ഇവിടെ നമ്മളൊരു ഇമെയിൽ അസിസ്റ്റന്റിനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഓപ്പൺ റൂട്ടർ വഴിയുള്ള നിയോട്രോൺ പോലൊരു മോഡലിനെ തലച്ചോറായി നൽകുന്നു. കണ്ടിന്യൂറ്റി കിട്ടാൻ ചെറിയൊരു മെമ്മറി ചേർക്കുന്നു. സിസ്റ്റം മെസ്സേജ് വഴി ഇതൊരു പ്രൊഫഷണൽ ഇമെയിൽ അസിസ്റ്റന്റ് ആണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. അവസാനം ഇമെയിൽ അയക്കാൻ നിങ്ങളുടെ ജിമെയിലും ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇവിടെ മെമ്മറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 5 സംഭാഷണങ്ങൾ മാത്രമേ ഓർമ്മിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഏജന്റിന് കർശനമായ നിർദ്ദേശം കൊടുക്കണം. കാരണം മനുഷ്യരെ പോലെ തന്നെ ഒരു AIക്കും ആവശ്യമില്ലാത്ത ഒരുപാട് പഴയ കാര്യങ്ങൾ ഒരുമിച്ച് കൊടുത്താൽ അവർക്കും കൺഫ്യൂഷനാകും. ലിമിറ്റഡ് മെമ്മറിയാണ് എപ്പോഴും നല്ലത്. ഈ ഒരു സെറ്റപ്പിന്റെ ഏറ്റവും വലിയ മാജിക് എന്താണെന്നറിയാമോ? നമ്മളിവിടെ വെറുതെ ചാറ്റ് ചെയ്യുകയല്ല, മറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. നിങ്ങളുടെ ഒരു ചെറിയ വോയിസ് നോട്ട് മാത്രം മതി. ബാക്കി ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനും അത് ആളുകൾക്ക് അയക്കാനും ഈ ഏജന്റ് സ്വയം ചെയ്തോളും. ഇനി നമ്മുടെ അവസാനത്തെ സെക്ഷനിലേക്ക് കടക്കാം. ക്ലോഡ് ഉപയോഗിച്ചുള്ള അഡ്വാൻസ്ഡ് സിസ്റ്റംസ്. വെറുമൊരു സിംഗിൾ ഏജന്റിൽ നിന്ന് മാറി ഒരു കമ്പനിയുടെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റും എങ്ങനെ ഡിജിറ്റലായി മാനേജ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ചോ? 2 ലക്ഷം. ക്ലോഡിന്റെ കോണ്ടെക്സ്റ്റ് വിൻഡോ വളരെ വലുതാണ്. ഈ ഒരു വലിയ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രധാന ബിസിനസ് ലക്ഷ്യങ്ങൾ മറന്നുപോകാതെ ഒരേ സമയം ഒന്നിലധികം ഏജന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സങ്കീർണമായ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പ്രോസസ്സ് ചെയ്യാൻ ക്ലോഡിന് സാധിക്കും. എന്റർപ്രൈസ് ലെവലിൽ വർക്ക് ചെയ്യാൻ ക്ലോഡ് ഉപയോഗിക്കുന്ന ഒന്നാണ് MCP അഥവാ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോക്കോൾ. ഇത് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ട്രേഡിംഗ് വ്യൂ അല്ലെങ്കിൽ അപ്പോളോ പോലുള്ള കോംപ്ലക്സ് ആയ സോഫ്റ്റ്വെയറുകൾ ഏജന്റുകൾക്ക് നേരിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു വഴിയാണിത്.
ഓരോന്നായി നൂറുകണക്കിന് APIകൾ മാനുവലായി സെറ്റ് ചെയ്യുന്ന തലവേദന ഇതിലൂടെ നമുക്ക് ഒഴിവാക്കാം. ക്ലോഡിലെ ഒരു ബിസിനസ് ലീഡ് ജനറേഷൻ ടീമിനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ പ്രൊഡക്റ്റിനെക്കുറിച്ചും റൂൾസിനെക്കുറിച്ചും വ്യക്തമായ ഫയലുകൾ നൽകിയ ശേഷം നമ്മൾ 3 സ്പെഷ്യലൈസ്ഡ് ഏജന്റുകളെ ഉണ്ടാക്കുന്നു. ഒരാൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ, രണ്ടാമത്തെയാൾ അപ്പോളോ വഴി ആളുകളുടെ കോൺടാക്ട്സ് കണ്ടെത്താൻ, മൂന്നാമത്തെയാൾ അവർക്ക് കസ്റ്റം ഇമെയിൽ അയക്കാൻ. ഇവർ 3 പേരും ഒരു യഥാർത്ഥ ടീമിനെ പോലെ കോർഡിനേറ്റ് ചെയ്തു പ്രവർത്തിക്കും. ഈയൊരു മൾട്ടി ഏജന്റ് സിസ്റ്റം നിങ്ങളുടെ വർക്ക് ഫ്ലോയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ആലോചിച്ചു നോക്കും. ലിങ്ക്ഡിനിൽ പോയി മണിക്കൂറുകളോളം ഡേറ്റ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ ഡിജിറ്റൽ ടീം ബാക്ക്ഗ്രൗണ്ടിൽ കൃത്യമായി പ്രവർത്തിച്ച് നിങ്ങൾക്കാവശ്യമുള്ള ക്വാളിഫൈഡ് ബിസിനസ് ലീഡുകൾ നിങ്ങളുടെ ഫോൾഡറിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങളുടെ ജോലിയുടെ പകുതിയും തീർന്നിട്ടുണ്ടാകും. ഈ എക്സ്പ്ലെയിനർ നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷം ഈ ചോദ്യമൊന്ന് ചിന്തിച്ചു നോക്കൂ. ബോറടിപ്പിക്കുന്ന ഇത്തരം മാനുവൽ ജോലികളെല്ലാം ഒരിക്കലും ഉറങ്ങാത്ത ഒരു ഡിജിറ്റൽ ടീമിനെ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ കമ്പനിയിലെ യഥാർത്ഥ മനുഷ്യർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് നാളെ മറ്റെന്തെല്ലാം മികച്ച കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇത് തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മറ്റൊരു മികച്ച വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.